പലരും കരുതുന്നു സ്വർണം വാങ്ങിക്കുന്നത് ലാഭത്തിനാണെന്നാണ്. സമ്പന്നർ സ്വർണം വാങ്ങിക്കുന്നത് ലാഭത്തിനല്ല. സമ്പന്നർ ഗോൾഡ് വാങ്ങിക്കുന്നു, സിൽവർ വാങ്ങിക്കുന്നു. ഇതൊന്നും ലാഭത്തിന് വേണ്ടിയിട്ടല്ല, സെക്യൂരിറ്റിക്ക് വേണ്ടി. ഗവൺമെന്റുകൾ പണം പ്രിന്റ് ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വർണം നിങ്ങൾക്ക് ലാഭം ഉറപ്പ് തരില്ല, പക്ഷേ സെക്യൂരിറ്റി ഉറപ്പ് തരും. ഒരു ചെറിയ വെള്ളി നാണയം വാങ്ങിക്കാൻ, അതല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണം വാങ്ങിക്കാൻ, അത് വാങ്ങിച്ച് ആരംഭിക്കാൻ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? അത് വാങ്ങിക്കാൻ നമുക്ക് ലക്ഷങ്ങളുടെയൊന്നും ആവശ്യമില്ല. പക്ഷേ പലരും അത് ചെയ്യില്ല. അവര് റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് സ്റ്റോക്കിന്റെ ടിപ്പുകൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഗവൺമെന്റ് സംരക്ഷിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു കൊണ്ടിരിക്കും. സ്വർണമാണ് യഥാർത്ഥ പണം. പേപ്പർ ഈസ് എ ഫേക്ക് മണി. പേപ്പറിൽ ഒതുങ്ങിക്കൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കും. സമ്പന്നർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പന്നർ ഒരിക്കലും കറൻസിയിൽ സേവ് ചെയ്യാറില്ല. അവർ ആസ്തിയിൽ മാത്രമേ സേവ് ചെയ്യാറുള്ളൂ. സ്വർണവും വെള്ളിയും 1000 വർഷങ്ങളായിട്ടുള്ള പണമാണ്. പക്ഷേ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1971 ശേഷം ഡോളറിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ കറൻസിയുടെയും വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പേപ്പർ കറൻസിയിൽ വിശ്വസിക്കാം, അതല്ലെങ്കിൽ സ്വർണത്തിൽ വിശ്വസിക്കാം. ഇങ്ങനത്തെ നല്ല ടിപ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, IHRDH അസോസിയേറ്റ് ചെയ്യാം. IHRDHന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം, കോൾ ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ മെസ്സഞ്ചർ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വെൽക്കം ടു IHRDH. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.